എന്താ നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു 400 വർഷക്കാലമായി വികസനം നേടിയ രാജ്യങ്ങളുണ്ട് ലോകത്ത്. ആ 400 വർഷക്കാലമായി വികസനം നേടിയ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അതാ നവകേരളം. അതിന് പട്ടിണി അവസാനിക്കണം. 25 ജനുവരി നവംബർ 1, 25 നവംബർ 1 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ദിനമായിരിക്കും. 25%, 30%, 35% പട്ടിണി കിടക്കുന്ന നാടാണ് ഇന്ത്യ. ഓരോ സംസ്ഥാനവും. നമ്മുടേത് 0.7 ആയിരുന്നു, അത് 0.5 ഇപ്പോഴും 0.2 നവംബർ ആവുമ്പോഴേക്ക്, ഈ വരുന്ന നവംബർ 2025 നവംബർ ആവുമ്പോഴേക്ക് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരില്ലാതെ, അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ നവംബർ 1. അതൊരു പുതിയ സംഭവമായിരിക്കും. കേരളം അതിദാരിദ്ര്യം അനുഭവിക്കാത്ത, പാവപ്പെട്ട, പട്ടിണി കിടക്കുന്ന മനുഷ്യരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാവർക്കും വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തിലധികം വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ 4 ലക്ഷത്തിലധികം വീട് കൊടുത്തു കഴിഞ്ഞു. ഇനിയും വീട് കൊടുക്കും. ഇപ്പോൾ പാവപ്പെട്ട മനുഷ്യന് കയറിക്കിടക്കാൻ ഇടമുണ്ടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ സംസ്ഥാനം അത് കേരളമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലോടുകൂടി ഒരു 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനിയുള്ള കാലത്ത് അതും കൊടുക്കും. അപ്പോൾ 20 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി. ആളോഹരി വരുമാനം കൂടും, ജീവിത നിലവാരം ഉയരും, നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് സജീവമാവും. നവകേരളം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ കേരളം പടുത്തുയർത്തും. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസും ഇവിടെ UDF-ഉം BJP-യും അവർക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലയിലെ മഹാഭൂരിപക്ഷവും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷ വർഗീയത പൂർണ്ണമായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ന്യൂനപക്ഷ വർഗീയതയും പൂർണ്ണമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരാണ്. അങ്ങനെ ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. RSSന്റെ കൗണ്ടർ പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പരസ്യമായിട്ട് വാദിക്കുന്നവരാണ് അവർ സാർവദേശീയ രീതിയിൽ. ആ ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ടുള്ള SDPI-യും ഒപ്പം ചേർന്ന് ലീഗിൻ്റെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം മാസം എന്ന് പറയുന്ന ലീഗാണ്, ആ ലീഗിനെ അവരുടെ തടവറയിൽ നിർത്തി ഭീകരവാദ നിലപാടിൻ്റെയും അതുപോലെ രാഷ്ട്ര സമീപനം സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്നവരുടെയും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ ഗുണഭോക്താവായി കോൺഗ്രസ് പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസ്സാണ് അതിൻ്റെ ഗുണഭോക്താവ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ ജയിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പല്ലേ? അവിടെ വളരെ പ്രധാനമായ മുസ്ലിം സാന്ദ്രതയുള്ളൊരു കേന്ദ്രമാണ്. 3 മണ്ഡലം മലപ്പുറം ജില്ലയിലാണ്, 1 മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ്, മറ്റ് 3 മണ്ഡലമാണ് വയനാടുള്ളത്. അങ്ങനെ 3ഉം 1ഉം 4ഉം 3, 7 മണ്ഡലം. ആ ഓരോ മണ്ഡലത്തിലും 10,000-കണക്കിന് SDPI-ക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമികളുടെയും വോട്ട് കൂടി നേടിയിട്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ അവസാനം, അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും ജയിച്ചത് എന്ന് പറയുമ്പോൾ പൊള്ളണ്ട. അതുകൊണ്ട് മാത്രമാണ് ജയിച്ചത് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ അതുകൂടി ചേർത്താണ് നിങ്ങൾ ജയിച്ചത്. അതങ്ങനെ തന്നെ വിശകലനം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളാണ്, കോൺഗ്രസ്സാണ് ഗുണഭോക്താവ്. ഈ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും വർഗീയ ശക്തികളെ ഒപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടല്ലോ തൃശ്ശൂർ, അതുപോലെ പാലക്കാട്. തൃശ്ശൂർ BJP ആരാ ജയിപ്പിച്ചത്? തൃശ്ശൂർ ആരാണ് ജയിപ്പിച്ചത് എന്നുള്ളതിൽ കൃത്യമായ ഉത്തരവുണ്ടല്ലോ.
86,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ട് ഇല്ല. 86,000. 74,000 വോട്ടിനാണ് അവിടെ ജയിക്കുന്നത് BJP. 74,000 വോട്ടിന് ജയിക്കുന്നു. 86,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ട് ഇല്ല. 3-ാം സ്ഥാനത്ത്. ഞങ്ങൾ 2-ാം സ്ഥാനത്ത്. ഞങ്ങൾക്ക് 16,288 വോട്ട് കൂടുതൽ, നിങ്ങൾക്ക് 86,000 വോട്ട് കുറവ്. ആ കുറഞ്ഞ വോട്ട് ഏതൊക്കെയാ? ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയാണ്. അതെവിടെയാ പോയേ? BJPക്ക്. മുമ്പ് നിയമം കണ്ടതുപോലെ രാജഗോപാലിനെ ജയിപ്പിച്ചതുപോലെ കോൺഗ്രസ് തന്നെയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപി വെറുതെ ജയിച്ചതല്ല, കോൺഗ്രസിന്റെ ചെലവിലാണ്. ഇപ്പോൾ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയും പാലക്കാട് വലിയ രീതിയിൽ മുന്നേറി, ഭയങ്കര ഭൂരിപക്ഷം. എവിടുന്നാ ഭൂരിപക്ഷം? 10,000 വോട്ട് ഞങ്ങളുടേതാണ് എന്ന് SDPI പത്രസമ്മേളനം വിളിച്ച് ആ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചു. 10,000. ജമാഅത്ത് ഇസ്ലാമിനുണ്ട് 3,000-4,000 വോട്ട്. BJPയിൽ നിന്ന് 4,500 വോട്ട് നിങ്ങൾ വാങ്ങി. അത് വാങ്ങിയതാണ്. മറ്റ് 2 വിഭാഗത്തെയും നിങ്ങൾ ഉപയോഗിച്ചതാണ്. എത്രയായി ഈ വോട്ട്? നിങ്ങൾ 18,000 വോട്ടിന് ജയിച്ചപ്പോൾ മഹാത്ഭുതകരമായ സംഭവമാണ് എന്ന് ആന്റണി പറഞ്ഞില്ലേ? ഒരത്ഭുതമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായ RSSന്റെയും വോട്ട് നേടിയിട്ടാണ് രാഹുൽ മാക്കൂട്ടൻ ജയിച്ചത്. എന്നിട്ട് അസംബ്ലിയിൽ കയറിയിട്ട് ഞാൻ വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള MLAമാരെല്ലാം പരിഹസിച്ചു. എവിടെ നിങ്ങൾ വർഗീയതക്കെതിരായിട്ട് പൊരുതിയത്? ദൂരവ്യാപകമായ ഫലമുളവാക്കുന്നതാണ് ലീഗിനായാലും കോൺഗ്രസിനായാലും ഈ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധത്തിനെതിരായി, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മാധ്യമ ശൃംഖലയുടെ ഈ കള്ളപ്രചാരവേലക്കെതിരായി, ഇതിനെല്ലാം എതിരായി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. ഇപ്പോഴ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ പറ്റി ചർച്ച തുടങ്ങി. ചർച്ചയല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി തുടങ്ങി. സുധാകരൻ എങ്ങനെയും മാറ്റണമെന്നാണ് വി.ഡി. സതീശനും കൂട്ടരും ആലോചിക്കുന്നത്. സുധാകരൻ പറഞ്ഞു ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്ന്. ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുകയാണ് മാറുന്ന പ്രശ്നമില്ല. സുധാകരൻ മുഖ്യമന്ത്രി കണ്ണും വെച്ച് നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല അതിൻ്റെ മുമ്പ് തന്നെ നിൽക്കുകയാണ്. സമുദായ സംഘടനകളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. വി.ഡി. സതീശൻ ഒരു സംശയമില്ലാത്ത രീതിയിൽ അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് താനും. കുറച്ചാളുകൾ പറയുണ്ടായിരുന്നു, ഞാനിപ്പോൾ അവരൊന്നും പറയുന്നില്ല. ഈ 3 ആളുണ്ടല്ലോ രംഗത്ത്. ഏറ്റവും അവസാനം KC വേണുഗോപാലും കൂടി വരും. അങ്ങനെ വരുമ്പോൾ 4 ആളാവും. ഇവർക്കെല്ലാം മുഖ്യമന്ത്രിയാവണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി കുപ്പായോട്ട് കുറേ ആൾ നടന്നു. ആ ഓഫീസിലേക്ക് വരാൻ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോന്നോരോന്നായി തീരുമാനിച്ചു വന്നു. പക്ഷേ ജനങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്ത് 2ാം ടേം സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്ത് വന്നു. അവിടെ പ്രതീക്ഷ 2019 തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒറ്റ സീറ്റേ ഉള്ളൂ, ആലപ്പുഴ. ബാക്കി നോക്കിയപ്പോൾ 123 സീറ്റിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. 123 സീറ്റിൽ ഭൂരിപക്ഷം. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 99 സീറ്റ് നമുക്ക് ഭൂരിപക്ഷമായി. എവിടെ പോയി നിന്റെ 123 സീറ്റിലെ ഭൂരിപക്ഷം? ഇപ്രാവശ്യം നിനക്ക് 111 സീറ്റിലേ ഉള്ളൂ ഭൂരിപക്ഷം. 111. കഴിഞ്ഞ പ്രാവശ്യം അത്രയില്ല. ഇപ്രാവശ്യം നിങ്ങളെല്ലാം പരസ്യമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല, സാധിക്കില്ല നിങ്ങൾക്ക്. 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിരുത്തി 111 മണ്ഡലത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട് എന്ന് നിങ്ങൾ കണക്കാക്കുന്ന കണക്കെല്ലാം തെറ്റും. സഖാ BMS പറയുന്നത് പോലെ 2 കൂട്ടിയാൽ 4 അല്ല രാഷ്ട്രീയത്തിൽ കിട്ടുക, മാറ്റം വരും. ആ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സംശയവും വേണ്ട. ഇതേ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. ഈ വികസന കുതിപ്പ് അതേപോലെ തന്നെ തുടരുക. ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ അതേപോലെ തന്നെ തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക. അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ വരുന്ന 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള കരുത്ത് നൽകുന്നതാണ് ഈ സമ്മേളനങ്ങൾ ഓരോന്നും. വെറുതെയുള്ള സമ്മേളനമല്ല ഇത്. ഈ സമ്മേളനങ്ങൾ ഓരോന്നും അതിന് കരുത്ത് നൽകുന്നതാണ്. അതുകൊണ്ട്
ഇടതുപക്ഷ ജനാധിപത്യ ശക്തിയെ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ, അതിൻ്റെ താഴെ മുതൽ മേലെ വരെയുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉള്ള കഴിവ്, ശേഷി നമുക്ക് നേടണം. അതിനു വേണ്ടി കൃത്യമായ ധാരണയോടുകൂടി പാർട്ടിയാകെ ഒറ്റക്കെട്ടായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2444 ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഇപ്പോഴും ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാകുമ്പോഴേക്ക് നല്ല രീതിയിലുള്ളൊരു നവീകരണ പ്രക്രിയ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.